ലഹരി എന്ന് പറയുന്നത് ഒരു മനുഷ്യന്റെ സമനില തെറ്റിക്കുന്നതും അവനെ അവനല്ലാതാക്കുന്നതുമായ ഒരു അവസ്ഥയാണ്. ഈ ലഹരിയാണ് പലപ്പോഴും ഈ നാട്ടിൽ നടക്കുന്ന ഈ ക്രൂരകൃത്യങ്ങൾക്കെല്ലാം പ്രധാനപ്പെട്ട കാരണം. നമ്മൾ ഈ നാളുകളിൽ കാണുന്ന എല്ലാ ക്രൂരകൃത്യങ്ങളുടെയും പിന്നിൽ ലഹരിയുണ്ട്. അവരറിയുന്നതിൽ അവർ ചെയ്യുന്ന ക്രൂരകൃത്യത്തിന്റെ ഗൗരവം അവരങ്ങ് കൊല്ലുകയാണ്. ആലോചിച്ച് നോക്കൂ, ഒരു ചുറ്റിക എടുത്തുകൊണ്ട്, അതും ചെറിയ ചുറ്റിക എടുത്തുകൊണ്ട് ഉമ്മയെ കൊല്ലുക, അനിയനെ കൊല്ലുക, ഇതൊക്കെ ചെയ്യുമ്പോൾ ചോര തെറിക്കും. എന്തായാലും ചോര മുഖത്തേക്ക് വീഴും, ഉടുപ്പിലേക്ക് വീഴും, പ്രാണൻ പിടയുന്നത് കാണാൻ സാധിക്കും. പക്ഷെ ഇതൊന്നും ബാധിക്കാത്ത തരത്തിൽ തുടർച്ചയായി കൊല നടത്തണമെങ്കിൽ ഒന്നുകിൽ ജന്മസിദ്ധമായി പരിശീലനം കിട്ടി കൊലയാളിയാവണം. അങ്ങനെ ആരും പറയുന്നില്ല. അങ്ങനെ ഒരു തെളിവും ആർക്കുമില്ല. ഒരു കൂസലുമില്ലാതെ ഇയാൾ തുടർച്ചയായി ആളുകളെ കൊന്നു. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട 2 കൊലപാതകങ്ങളും ഒരു കൊലപാതക ശ്രമവുമുണ്ട്. 3 പേരെ കൊന്നു നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഒരു പരിധി വരെ. ആ പ്രായത്തിന്റെ അപക്വത. ഉമ്മയുടെ ശരീരത്തിലെല്ലാം ധാരാളം ആഭരണങ്ങളുണ്ട്. ആ ആഭരണങ്ങൾ തരുന്നില്ല. ഉമ്മ വെറുതെ ആഭരണം വിട്ടുകൊണ്ടിരിക്കുന്നു. താനും തന്റെ കുടുംബവും പട്ടിണി കിടക്കുന്നു. എന്നാൽ ഉമ്മ ഇനി ജീവിക്കേണ്ട എന്ന് കരുതി. അതുപോലെ തന്നെ പിതൃ സഹോദരനും ഭാര്യയും ആപത്തിൽ സഹായിച്ചില്ല, കൊന്നേക്കാമെന്ന് കരുതി. അതൊരു ബാലിശമായ ബുദ്ധിയാവാം. പക്ഷേ തന്റെ ഉമ്മ അവരെ എങ്ങനെ കൊല്ലാൻ പറ്റും? തന്റെ അനിയൻ അവരെ എങ്ങനെ കൊല്ലാൻ കഴിയും? എങ്ങനെ തന്നെ സാമ്പത്തികമായി സഹായിച്ച, തന്നെ സ്നേഹിച്ചിട്ടുള്ള തന്റെ കാമുകിയെ വിളിച്ചു വരുത്തി വീട്ടിൽ കൊണ്ടുവന്ന് കൊല്ലാൻ കഴിയും? ഈ കൊലയൊക്കെ പൂർത്തിയായതിനു ശേഷം, ഈ ഇളയ അനിയനെ കൊല്ലുന്നതിന് മുമ്പ് 3 പേരെ കൊന്നതിന് ശേഷം ഉമ്മ കൊന്നുവെന്ന് കരുതി അതിനുശേഷമാണ് ഇവളെ വിളിച്ചു കൊണ്ടുവന്ന് കൊല്ലുന്നത്. അതിനും ശേഷമാണ് ഇളയ സഹോദരനെ കൊല്ലുന്നത്. ഇവൻ പറയുന്ന ന്യായം, ഉമ്മ ഇനി വേദനിക്കേണ്ട, അതുകൊണ്ട് ഉമ്മയെ കൊന്നു, അനുജൻ ഒറ്റയ്ക്കാവും എന്ന് കരുതി കൊന്നു. താനില്ലാത്ത ജീവിതത്തിൽ തന്നെ സ്നേഹിച്ച ഈ പെൺകുട്ടി ഇനി ജീവിക്കേണ്ട എന്ന് കരുതി കൊന്നുവന്നതാണ്. അതിലൊരു ലോജിക്ക് നമുക്ക് കണ്ടെത്താൻ കഴിയും. പക്ഷേ ലഹരിക്ക് അടിമപ്പെടാതെ എങ്ങനെ ചെയ്യാൻ കഴിയും? ഇവിടെ ഗൗരവമായി അഡ്രസ്സ് ചെയ്യേണ്ടത് ലഹരിയെക്കുറിച്ച് തന്നെയാണ്. അതിന് നിയമമാറ്റം അടക്കമുള്ളവ വേണ്ടിവരും.